ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയും തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അത്യാഗ്രഹിയായ ഒരു വ്യാപാരിയും ദയുള്ള ഒരു സ്ത്രീയും ജ്ഞാനിയായ ഒരു വൃദ്ധനും കൂടെ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ ഒരു മരുപ്പച്ചയിലെത്തി. ആ മരുപ്പച്ചയിൽ എത്തുന്ന ഓരോ യാത്രക്കാരൻ്റെയും ഓരോ ആഗ്രഹം സഫലമാകുവാൻ വരം നൽകുന്ന ഒരു ദേവത അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരുവൻ്റെ ആഗ്രഹം സഫലമാകുമ്പോൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമായിരുന്നു. അത്യാഗ്രഹിയായ വ്യാപാരി ഒരു വലിയ സ്വർണ്ണ കൊട്ടാരവും അത് നിറയെ രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും ലഭിക്കുന്നതിന് വരം ചോദിച്ചു. അയാൾക്ക് അത് ലഭിച്ചു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ദയയുള്ള സ്ത്രീക്ക് അവളുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ആ ദയയുള്ള ആ സ്ത്രീ ആവട്ടെ ഏത് മുറിവും സൗഖ്യമാക്കുവാനുള്ള ശക്തിക്കായി ആഗ്രഹിച്ചു. അവൾക്ക് അതിനുള്ള പ്രാപ്തി ലഭിച്ചു. പക്ഷേ കൂടെയുള്ള ജ്ഞാനിയായ വൃദ്ധന് കാഴ്ച നഷ്ടമായി. ജ്ഞാനിയായ വൃദ്ധൻ സഹയാത്രക്കാരുടെ ആഗ്രഹസാഫല്യത്തിൻ്റെ ഫലമായി ഉണ്ടായ നഷ്ടം ഇല്ലാതാകുന്നതിനുള്ള വരത്തിനു വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീക്ക് തൻ്റെ ശബ്ദവും അയാൾക്ക് കാഴ്ചയും തിരികെ കിട്ടി. നാം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ മറ്റു പലർക്കും നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഈ ലോകത്തിൽ സാധാരണമാണ്. ഒരാൾക്ക് അധികാരവും സ്ഥാനമാനവും ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് അത് നഷ്ടമാകുന്നു. മുൻപ് രാജാക്കന്മാർ അയൽ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി വലിയ ശക്തിയുള്ള ചക്രവർത്തിമാർ ആകുമ്പോൾ പല രാജാക്കന്മാർക്കും തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് മറ്റൊരുവനെ നാശത്തിലേക്ക് തള്ളിക്കൊണ്ടാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യം സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമായപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ നന്മയുടെ സൂര്യരശ്മി കാണുവാനേ നിവൃത്തിയില്ലാതെ വിഷമിച്ചു. ഇന്ന് നാം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ മറ്റൊരാൾ നഷ്ടം സഹിക്കുവാൻ ഇടയാകുന്നു. ഒരു ബിസിനസ്സിൽ ഒരാൾക്ക് ലാഭമുണ്ടാകുമ്പോൾ മറ്റൊരുവന് നഷ്ടമുണ്ടാകുന്നു. ഷെയർ മാർക്കറ്റിലും അതാണ് സംഭവിക്കുന്നത്. ഒരാൾ കൂടുതൽ ധനം ആർജിക്കുമ്പോൾ മറ്റൊരാൾ കൂടുതൽ ദരിദ്രനായിത്തീരുന്നു. അതാണ് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ശാപം. ഈ കഥയിലെ ജ്ഞാനിയായ വൃദ്ധൻ്റെ നിസ്വാർത്ഥമായ ആഗ്രഹം സഹയാത്രക്കാരുടെ നഷ്ടം പരിഹരിക്കുവാൻ ഇടയാക്കി. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. എന്നാൽ മറ്റൊരുവൻ്റെ നന്മയ്ക്ക് വേണ്ടി നഷ്ടം ഏറ്റുകൊള്ളുവാനുള്ള വരം ലഭിക്കുവാൻ ആരെങ്കിലും താല്പര്യപ്പെടുമോ? ഇല്ലെന്ന് വേണം പറയുവാൻ. ഒരുപക്ഷേ ചുരുക്കം ചിലർ സന്നദ്ധരായേക്കാം. ദയാശീലമുള്ളവരും നിസ്വാർത്ഥരും മാത്രമേ അങ്ങനെ ഒരു വരം ഇച്ഛിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സ്വാർത്ഥ സുഖങ്ങളെ വെടിയുവാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നത് മനുഷ്യജീവിതത്തിൻ്റെ മഹത്തരമായ അനുഭവമാണ്. അങ്ങനെ നിസ്വാർത്ഥരും സ്നേഹസമ്പന്നരുമായവർക്ക് മാത്രമേ സമൂഹത്തിലെ ദോഷങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ. ആ ജീവിത മാർഗമാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, മറ്റുള്ളവരുടെ നന്മ ലാക്കാക്കി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ കേട്ട വചനം ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.